പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാലാ രൂപതയുടെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. BJP ഏതു വിധേനയും കേരളത്തിൽ വർഗീയ ഛിദ്രമുണ്ടാക്കിക്കൊണ്ട് വേരൂന്നി ഉത്തരേന്ത്യ പോലെ കേരളത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം ഉപയോഗിക്കാനൊക്കുമോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ചില തിരുസഭകൾ. അത് വാഴുന്നത് തിരുമേനിമാരാണ്. തിരുമേനിമാരെയൊക്കെ നമ്മൾ കെട്ടുകെട്ടിച്ചു, രാജ്യം വിട്ടുപോയവർ. പക്ഷേ ഇന്നും സഭകളിൽ തിരുമേനിമാരുണ്ട്. എന്താണ് ഈ തിരുമേനി? മനസ്സിലാകുന്നില്ല. അച്ഛ നല്ലതെന്നാണ് അർത്ഥം ഇംഗ്ലീഷ്, അങ്ങനെയാണോ? അതാ ഫാദർ എന്ന നിലയ്ക്കാണോ? എന്താ ഈ ഫാദർ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഒരാളെ നോക്കി ഫാദർ എന്ന് വിളിക്കാനായിട്ട് എത്രമാത്രം ചങ്കൂറ്റം വേണമെന്നുള്ളതാണ്, ഉളുപ്പ് വേണമെന്നുള്ളതാണ്. പക്ഷേ വിശ്വാസികൾ, കൃത്യവിശ്വാസികൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അടവു നയത്തിൻ്റെ ഭാഗമായി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം തിരുമേനിമാരുടെ സഭകൾ പിരിച്ചുവിടണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഒരു സമാധാന അന്തരീക്ഷത്തെ അങ്ങേയറ്റം മലീനസപ്പെടുത്താനും സാമുദായിക സൗഹാർദ്ദം തകർക്കാനും തങ്ങളുടെ ലാഭത്തിന് വേണ്ടി, ഇച്ഛയ്ക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പണത്തിനു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി ഏതു കുൽസിത ശ്രമവും നടത്തുന്ന ഇവർ BJPയുടെ ക്രിസ്തീയ പതിപ്പാണ്, SDPIയുടെ ക്രിസ്തീയ പതിപ്പാണ്. നമ്മൾ ഇന്നേ വരെ SDPI, RSS, ഹൈന്ദവ പാർട്ടികളൊക്കെ കണ്ടു. അവരൊക്കെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ ക്രിസ്തീയ സമുദായം ഇതിൽ നിന്ന് അകന്നു നിൽക്കും. ഒരു പരിധിക്ക് ഫോർവേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യൂറോപ്പിലും മറ്റുമാണെങ്കിൽ അവർ ഫോർവേഡ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇവിടെയൊക്കെ പള്ളികളൊക്കെ പോകാൻ ആളില്ല. പള്ളിയൊക്കെ പല ഷോപ്പുകളായിട്ടൊക്കെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിലും സംഭവിക്കും. ആദ്യം തകർന്നു വീഴുന്ന മതം ക്രിസ്തു മതം തന്നെയായി. അതിൻ്റെ തകർച്ച കൾച്ചറൽ ക്രിസ്ത്യൻ, അതൊക്കെ പറയാം. ആർക്കും ആ കൾച്ചർ നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ രൂപപ്പെടുത്താം. അതിൻ്റെ ഗോത്രീയ മനോഭാവത്തിൽ അഭിനമിക്കണമെങ്കിൽ അഭിനമിക്കാം. അതൊന്നും വിഷയമല്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. ഞാൻ ബ്ലോഗ് എഴുതി തുടങ്ങുന്ന കാലത്തിൽ എൻ്റെ ആദ്യത്തെ ബ്ലോഗിൽ പെട്ടതാണ് മാർ പൗവത്തിൽ പിതാവിൻ്റെ പിതാവ്. ആരുടെ പിതാവ്? വിവാഹം കഴിച്ചു. അമൃതാനന്ദമയി അമ്മയാണ്. എങ്ങനെ അമ്മയാവും? അങ്ങനെയാണ്. അമ്മയാകാതെ അമ്മയാകുക, പിതാവാകാതെ പിതാവാകുക, മാനസിക വ്യാപാരത്തിനകത്ത് ഇതൊക്കെ കൊണ്ട് കൊള്ളിച്ചുകൊണ്ട് മനുഷ്യനെ അടിമയാക്കി ചൂഷണം ചെയ്ത് യാതൊരു ജോലിയും ചെയ്യാതെ, കുനിഞ്ഞ് ഒന്നുപോലും എടുക്കാതെ അത് സുഖസൗകര്യമായി ജീവിക്കാൻ പഠിച്ച പാഠം ഉൾക്കൊണ്ട കള്ളന്മാരാണിവർ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരും. ഇന്ന് പുരോഹിതന്മാരൊക്കെ വല്ലാത്ത വെപ്രാളത്തിലാണ്, പരവേശത്തിലാണ്. പല കാരണങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ചേർന്നുകൊണ്ട് അവരുടെ ഈ സുഖസൗകര്യത്തിന്മേൽ വീഴ്ത്തുന്ന ഇടിത്തി സഹിക്കുന്നതിലും അപ്പുറമാണ്. മാർ പൗവത്തിൽ പറഞ്ഞത് ക്രിസ്ത്യാനികൾ 5 കുട്ടികൾക്ക് മേൽ പ്രസവിക്കണം. 5 കുട്ടികൾക്ക് മേലുണ്ടെങ്കിൽ ഞങ്ങൾ 1500 രൂപ തരാം. പൗവത്തിൽ പിതാവേ, ആ കുട്ടികളെ ദത്തെടുക്കുമോ? അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും മറ്റും നൽകുമോ? ഈ പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് ദുരിതക്കയത്തിൽ ആഴ്ത്താൻ നിങ്ങൾ എവിടെ നിന്നാണ് കരാറെടുത്തത്? നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ? നിങ്ങളുടെ വിശ്വാസികളെ ഒരു കുട്ടിയെ സംരക്ഷിക്കാനും 2 കുട്ടിയെ സംരക്ഷിക്കാനും അവൻ്റെ വേണ്ട മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പിതാക്കളും മാതാക്കളും നെട്ടോട്ടും ഓടുന്ന അവസ്ഥയിലാണ്
5 പ്രസവിക്കുക. കാര്യം പള്ളിയിൽ വരാൻ ആളില്ല. ഈ 5-ൽ ഒന്നെങ്കിലും വന്നെങ്കിൽ ഞങ്ങൾക്ക് അഭിരമിക്കാനുള്ള മാർഗമാകുമോ എന്ന് കുൽസിത നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പവ്വത്തിൽ പിതാവ്, മാർ പവ്വത്തിൽ പിതാവ് തിരുമേനി, ഈ പിതാവിൻ്റെ കാർമ്മികത്വത്തിലാണ് നമ്മുടെ മാർ ജോസ് കല്ലറങ്ങാട് ഇപ്പോഴ് ജിഹാദിൻ്റെ പുതിയ രൂപങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. എന്തിനാ നർക്കോട്ടിക് ജിഹാദ്, പുതിയ വാക്ക്, 2 ഭാഷയെ സമ്മിശ്രിതമാക്കിക്കൊണ്ട് ഒരു പുതിയ വാക്ക് കേരള മലയാളക്കരയിലെ ഭാഷാ പ്രയോഗത്തിനും ഇന്ത്യയിൽ സമ്മാനിച്ച് വേണമെങ്കിൽ നീട്ടി ലോകോത്തരമാക്കി മാറ്റാം. നർക്കോട്ടിക് ജിഹാദ് കേട്ടിട്ടുണ്ടോ? നർക്കോട്ടിക്സ് എന്ന് കേട്ടിട്ടുണ്ട്, ജിഹാദ് എന്ന് കേട്ടിട്ടുണ്ട്. 2ഉം കൂടെ മിശ്രിതമാക്കിക്കൊണ്ട് കേരളത്തിലെ മതസൗഹാർദ്ദത്തെ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും സൗഹാർദ്ദപരമായി തോളോട് തോൾ ചേർന്നത് കൊണ്ട് നക്ഷത്രം തൂക്കി പായസം കൊടുത്ത് ബിരിയാണി പങ്കുവെച്ച് ജീവിച്ച ഈ നാട്ടിൽ കൊലക്കത്തി നൽകുന്നത് തുല്യമാണ് ഇത്തരം പ്രസ്താവനകൾ. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരെ നമ്മുടെ രാഷ്ട്രീയക്കാർ ചെന്ന് കാൽക്കൽ വീഴുകയാണ്. കാല് നക്കാൻ പറഞ്ഞാൽ ഇവർ നക്കുമായിരുന്നു. ആ പറയാത്തത് ഇവരുടെ ഭാഗ്യം, അവരുടെ ശ്രേഷ്ഠത. ഈ കശ്മലന്മാരുടെ ശ്രേഷ്ഠതയാണ് കാല് നക്കൂ എന്ന് പറയാതെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പൊന്നു തിരുവേനി പൊറുക്കേണമേ. ആരാ? ജനപ്രതിനിധിയാണ്, മന്ത്രിയാണ്, ജനത്തെ മുമ്പോട്ട് നയിക്കേണ്ടവനാണ്. ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് ഈ തിരുസഭകളെ തിരുസഭകളാക്കിയെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? മുഖത്ത് നോക്കി പറയാൻ, നിങ്ങൾ പറഞ്ഞത് കളവാണ്, തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണെന്ന് പറയാൻ ഒരു രാഷ്ട്രീയക്കാരന് നട്ടല്ലില്ലാതെ പോയല്ലോ എന്നാലോചിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ അപജയം വല്ലാതെ പേടിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം ലവ് ജിഹാദും കൂടെ പറഞ്ഞു. BJP ഭരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അവരന്വേഷിച്ചിട്ട് ഒരു തെളിവ് പോലും, പേരുകളൊക്കെ പറയാം, അത് ഇങ്ങോട്ടും പറയാം. ഫാത്തിമ പോയി, മറിയം വന്നു, അശോകന്റെ മകൾ പോയി എന്നൊക്കെ പറയാം. അതൊക്കെ എക്സംഷണൽ കേസസ് ആണ്. പൊതുവിൽ അങ്ങനെ മതം മാറ്റിക്കാൻ വേണ്ടിയിട്ട് ലവ് ജിഹാദ് നടത്തുന്നതായിട്ട് ഇല്ല എന്ന് ആരാ പറയുന്നത്? BJPക്ക് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന NIA പറയുമ്പോൾ ഒരു തിരുപിതാവ് വന്ന് പറയുകയാണ് ലവ് ജിഹാദ് ഉണ്ട്, കണ്ണടക്കരുത് എന്നാണ്. കണ്ണടപ്പിക്കാനുള്ള പരിപാടിയാണ്, കണ്ണ് കുത്തിപ്പൊട്ടിക്കാനുള്ള പരിപാടിയാണ്, ഹൃദയം കവരാനുള്ള പരിപാടിയാണ്, രക്തപ്പുഴ ഒഴുക്കാനുള്ള ഗൂഢാലോചനയുടെ ശ്രമമാണ്. മാപ്പർഹിക്കാത്തതാണിത്. അതുപോലെ അദ്ദേഹം പറഞ്ഞാണ് നർക്കോട്ടിക് ജിഹാദ്. എങ്ങനെ? ആയുധം കൊണ്ട് മറ്റു വിഭാഗത്തിലെ ആളുകളെ ചൂഷണം ചെയ്യാനൊക്കാത്തത് കൊണ്ട് മുസ്ലിങ്ങളിലെ തീവ്രവാദികൾ മറ്റു വിഭാഗക്കാരെ നശിപ്പിക്കാൻ തുനിയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നർക്കോട്ടിക് ജിഹാദ്. ഒരു കാര്യമേ പറയാൻ, ഇത് പറഞ്ഞതിന് തെളിവായിട്ട് ഈ മാർ ജോസ് കല്ലറങ്ങാട് തെളിവ് നൽകണം. ഒരു പ്രസ്താവന സമുദായ അന്തരീക്ഷം തകർക്കത്തക്ക രീതിയിൽ പറഞ്ഞ ഒരുത്തനെ അങ്ങനെ വെറുതെ കയറിയോട് വിടാൻ അനുവദിക്കരുത്. അയാൾ എന്നെ അന്വേഷിക്കട്ടെ, വേണ്ട തെളിവ് ഇയാൾ എന്നെ കൊടുക്കട്ടെ, ഞാൻ വിശ്വസിക്കാം, ഞാൻ ഇതിലേ പറയാം. ഞാൻ മുസ്ലിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ഇസ്ലാമിനെ അങ്ങേയറ്റം എതിർക്കുകയും ചെയ്യുന്നതാണ്, ഹിന്ദുക്കളെയും ഹൈന്ദവതയെയും ക്രിസ്ത്യാനികളെയും ക്രിസ്തുത്വത്തെയും. അങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയ്ക്ക് എനിക്കെടുക്കാവുന്ന നിലപാട്, അതല്ല മറ്റൊന്നുമില്ല. എനിക്ക് ഈ പിതാക്കന്മാരോട് അടങ്ങാത്ത ദേഷ്യമുണ്ട്, പകയില്ല. അവരെ
നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ സമൂഹം തയ്യാറാകണമെന്നാണ്. അവർ പാറമടയിൽ പോട്ടെ, പാറ ഉടയ്ക്കട്ടെ. അവർ കൈക്കോട്ടിയെടുത്ത് കിളയ്ക്കാൻ പോകട്ടെ, അല്ലെങ്കിൽ അറിയാവുന്ന പണി ചെയ്യട്ടെ. വയസ്സന്മാരാണെങ്കിൽ ആ രീതിയിലുള്ള പണി ചെയ്യട്ടെ. ഇങ്ങനെ വെള്ള ഉടുപ്പ് തേച്ചിട്ട് ഞങ്ങൾ തിരുമേനി എന്ന് തിരുമേനി നടിക്കുന്ന ഈ തിരുമേനിമാരുടെ തിരുമേനി തിരുമാനുള്ള സമയം, ഐ മീൻ സാംസ്കാരികമായി തിരുമാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു പിതാവ്, ബിഷപ്പ്, കന്യാസ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ മുസ്ലിങ്ങളുടെ ആട്ടുകയിൽ കയറരുത്, മുസ്ലിങ്ങളുടെ കടയിൽ പോയി സാധനം വാങ്ങരുത്. ഇയാൾക്ക് മനുഷ്യനും ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കാനായിട്ട് എനിക്കൊരു സാധനം വാങ്ങണം, എൻ്റെ അടുത്ത കടയിൽ വിലക്കുറവും നല്ലതുമാണെങ്കിൽ ഞാൻ പോയി വാങ്ങും. അതാണ് കേരള ജനത. സാധനം വാങ്ങുന്നതിലും വിൽക്കുന്നതും വർഗീയത കലർത്തുന്നവരല്ല. ഉത്തരേന്ത്യയിൽ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ല. കേരളം അപവാദമാണ്. ഈ അപവാദത്തെ വാദമാക്കി മാറ്റാൻ ഈ തിരുമേനിമാരുടെ ശ്രമം, അത് പ്രത്യാശ എന്നറിയാവോ? ആ കന്യാസ്ത്രീകൾ പറഞ്ഞു, യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല. കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി നിന്ന ആളാണ് അദ്ദേഹം. വെരി ഗുഡ്. അങ്ങനെ ഒരു സങ്കല്പം, ദൈവസങ്കല്പം, പിതാവ് സങ്കല്പം, വെരി ഗുഡ്. അങ്ങനെ ആയിരിക്കണം മനുഷ്യന്റെ മനസ്സിലിരിപ്പ്. നല്ലൊരു മുഹമ്മദ്, യുദ്ധം ചെയ്യാത്ത, പിടിച്ചുപറിയില്ലാത്ത, മാതൃകാപരമായ ഒരു മുഹമ്മദ് ആണെങ്കിൽ നമ്മൾ മഹാത്മാഗാന്ധിജിയെ പല കാരണം കൊണ്ട് ബഹുമാനിക്കുന്നു, നാരായണ ഗുരുവിനെ ബഹുമാനിക്കുന്നു, ഒരുപാട് നേതാക്കളെയും സാംസ്കാരിക നായന്മാരെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവരുടെ വ്യക്തിശുദ്ധിത്വം, വ്യക്തിശുദ്ധത ഇതിവർക്കെല്ലാം പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കന്യാസ്ത്രീകളിലാണ് പ്രത്യാശയുടെ നാമ്പുകൾ കേരള കര കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്ന ഈ സൗഹാർദ്ദം. ഈ കശ്മലന്മാർ, കൊള്ളക്കാർ, പിടിച്ചുപറിക്കാർ, കൊലപാതകികൾ, സാംസ്കാരിക കൊലപാതകം ചെയ്യുന്നവർ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും തകരാതെ സംരക്ഷിച്ചു പോകുന്നത് ആ പറഞ്ഞ ക്രിസ്തീയ സഹോദരിമാരുടെ തിരുമനസ്സെന്ന് പറയാം. അതിനെ ശ്രേഷ്ഠമുള്ള മനസ്സ്. തിരുമേനി അവരല്ല, ഇവരാണ്. അവർ പറഞ്ഞു, സേവനത്തിന് രംഗത്ത് നിന്നുകൊണ്ട് മതബോധം ഉൾക്കൊണ്ട് നല്ല മതത്തെയും നല്ല ക്രിസ്തുവിനെയും നല്ല നബിയെയും നല്ല കൃഷ്ണനെയും ആരാധിച്ചോളൂ, ബഹുമാനിച്ചോളൂ. അങ്ങനെ പറയൂ, ചരിത്രം മാറ്റി എഴുതൂ. അതായത് ഇസ്രയേല് പലസ്തീനുകളെ അതിക്രമിച്ച് കയറിയ ഗാസയിലെ ഇപ്രാവശ്യത്തെ ആക്രമണത്തിൽ പല ക്രിസ്തീയ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയായിരുന്നു. ജൂതന്മാർ ജയിച്ചു, ഇസ്രയേൽ ജയിച്ചു. ഇവർ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അവിടെ ഈ ജൂതലോബിക്കെതിരെ സമരം ചെയ്യുന്നതിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികൾ കൂടെ മുസ്ലിങ്ങളോട് തോളോട് തോൾ ചേർത്ത് നിന്ന് പൊരുതുകയാണ്. ഇവിടുത്തെ ഈ വിളിച്ചു പോകുന്നവർ ഇത് കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. അങ്ങനെ BJPയുടെ ഉദ്ദേശപ്രകാരം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിൽ അള്ളിപ്പിടിച്ച് ഇപ്പൊ കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണവുമായി ചേർന്ന് നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവർക്ക് ഭരണമില്ലാത്ത അവസ്ഥയിൽ വെപ്രാളം, പരവേശം, ഇരിക്കപ്പുറതിയില്ലായ്മ, വയറിളക്കം. മരുന്ന് വേണം. അത് എവിടുന്നാണ് വേണ്ടത്? ആരാണ് നൽകേണ്ടത്? എത്ര ഡോസാണ് നൽകേണ്ടത്? ചിന്തിക്കുന്ന മനുഷ്യർ ഇത് ഈശോ എന്നൊരു സിനിമയ്ക്ക് പേരിട്ടു. എന്തു പുകിലായിരുന്നു! ക്രിസ്തീയ തീവ്രവാദം ഉണ്ടാക്കിയെടുക്കുന്നത് ക്രിസ്തീയ തിരുമേനിമാരാണ്, പുരോഹിത വർഗമാണ്. ഇന്ത്യയുടെ ജനസാമാന്യത്തിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് കേരളക്കരയിൽ, മറ്റു വിഭാഗങ്ങളെക്കാൾ മത്സരിച്ച് മുന്നേറി ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നവരാണ്. വിദേശം ഉൾപ്പെടെ പോയി ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ആധുനികതയെ പുൽകി ജീവിക്കുന്ന വിഭാഗം കൂടിയാണ് ക്രിസ്തീയ വിഭാഗം. മറ്റു പല വിഭാഗങ്ങളുണ്ട് ഇവരുടെ പോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ
മനസ്സിലാകാത്ത ഒരു കാര്യമേ, ഈ ലവ് ജിഹാദ് പറയുമ്പോൾ ഈ ക്രിസ്തീയ പെൺകുട്ടികൾ മഠയികളാണ്. അതാണോ ഈ തിരുമേനിമാരുടെ തിരുമനസ്സിലിരിപ്പ്? സുഹൃത്തെ, തെറ്റിപ്പോയി. നിങ്ങളെക്കാളും ബുദ്ധിമതികളാണ് ഇന്നത്തെ യുവതികൾ. കണ്ടു പഠിക്കൂ, കേട്ടു പഠിക്കൂ, അറിഞ്ഞു മനസ്സിലാക്കൂ. അവരോട് സംവദിച്ചു നോക്കൂ. അവരുടെ അറിവ്, പക്വത, മതബോധം, സാംസ്കാരികത, മതേതരത്വം, അവരെയൊക്കെയാണ് ക്രിസ്തീയ യുവതികളെ താറടിച്ച് വില കുറച്ച് കാണുന്നതാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പാതിരി പറഞ്ഞു, ആരാ? ഈഴവരും. ഓരോ സമുദായത്തെയും ഇവർക്കെതിരെ അകറ്റിയെടുത്തുകൊണ്ട് പള്ളിയിലേക്കാൾ വരുത്തി കുനിയാതെ നിവരാതെ വെളുത്ത ലോഹയിട്ട് മൃഷ്ടാംഗ ഭോജനം നടത്താനുള്ള അടവിൻ്റെ ഭാഗമായി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് താമരശ്ശേരി അതിരൂപത ഒരു ബുക്ക്ലെറ്റ് എഴുതി. അതത്രയും ഹേറ്റ് മോങ്കറിംഗ് ആയിരുന്നു. അന്യമത വിദ്വേഷം അതാരും നടത്തിയാൽ വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. അത് എൻ്റെയും കേരളത്തിലെ ഓരോ മലയാളിയുടെയും മനസ്സമാധാനവും ജീവിതവും കെടുത്തുന്നതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. നിലനിൽപ്പിൻ്റെ എതിർപ്പാണ്, സാധാരണ എതിർപ്പല്ല. എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ഈ 95 വേൾഡ് ട്രേഡ് കരാറുണ്ടായപ്പോൾ റബ്ബറിന് വില കുറഞ്ഞു. പ്ലാന്റേഷൻ പണ്ടേ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ക്രിസ്തീയ സഹോദരന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ വരുമാനം കുറഞ്ഞു. അതിൻ്റെ ഈർഷ്യയും ദേഷ്യവും സങ്കടവും സഹിക്കുന്നവരാണ്. അതിന് ഇന്ന് നേതൃത്വം നൽകുന്നത് BJP സർക്കാരാണ്. ഈ റബ്ബർ കർഷകരെ ഒന്ന് താങ്ങി നിർത്തിക്കൊണ്ട് അവരെ ഒന്ന് സമൂഹത്തിൻ്റെ റബ്ബർ കർഷകർ മാത്രമല്ല, 2 ലക്ഷം കർഷകരാണ് ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഭാഗത്തെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. ക്രിസ്തീയ സമൂഹം ഇത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. നിർത്തേണ്ട സ്ഥലത്ത് കാണിക്കയിടാതിരുന്നാൽ തകർന്നു പോകുന്നതാണ് മതദൈവങ്ങൾ. മാളെടുത്ത് പരിചരണം നൽകിയില്ലെങ്കിൽ മൃത്യു സംഭവിക്കുന്നതാണ് ദൈവങ്ങളെങ്കിൽ, അങ്ങനെ റബ്ബറിൻ്റെ വിലത്തകർച്ച കാരണം പ്രയാസം നേരിടുന്ന കുറേ ആളുകളെ പിടിച്ചു നിർത്തി പള്ളിയിലേക്ക് ആനയിച്ച് പഴയ സുഖലോലുപതയിലേക്ക്, കോവിഡ് വരുത്തിവെച്ച വലിയ ഉൾപ്പെടെയുള്ള പഴയ സുഖലോലുപതയിലേക്ക് പോകാൻ. അതുകൊണ്ട് ഇത്തരം കുൽസിത നീക്കങ്ങളൊക്കെ അവർ നിർത്താതെ ചെയ്യാനൊരു കാരണം കൂടിയുണ്ട്. ഈ പള്ളിയിൽ പോകാതെ ആയപ്പോൾ ആളുകളൊക്കെ നെറ്റ് ദൈവം ഉണ്ടാക്കി, ഇൻ്റർനെറ്റ് ദൈവം. അവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊള്ളലും കൊടുക്കലുകളും ഉണ്ടായി. അതിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വീഡിയോസ്, വർത്തമാനങ്ങൾ ഇതിന് വേണ്ടവോളം പിന്തുണ കിട്ടിയപ്പോൾ ഇത്തരം കാര്യങ്ങളെ സുസൂക്ഷ്മം വീക്ഷിക്കുന്ന ഇവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറേ ആളുകളെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ ആണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരുത്തനുണ്ട്, എൻ്റെ പേര് PJ ജോസഫ്, അധ്യാപകനായി മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ച് ഒരു കഥ എഴുതി. കഥ ഇദ്ദേഹം എഴുതിയതല്ല, വേറെ എഴുതിയ ആളാണ് അദ്ദേഹം. ഒരു ചോദ്യം, ഒരു ഭാഗത്തെ കയ്യും ഒരു ഭാഗത്തെ കാലും കരുണ കൊണ്ട് കൊന്നില്ല, കാരുണ്യത്തിൻ്റെ മതമായതുകൊണ്ട് കൊന്നൊടുക്കിയില്ല. കയ്യും കാലും വെട്ടിയെടുത്തു, ശാസ്ത്രം അത് തുന്നിച്ചേർത്തു. നമ്മെപ്പോലുള്ളവർ സഹായഹസ്തവുമായി പോയപ്പോൾ ഈ തിരുസഭകൾ ഉള്ള ജോലി കൂടെ നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെങ്കിൽ ക്രിസ്തീയ സ്നേഹമെന്ന ഇടുക്കാച്ചരക്ക്, കള്ള നാണയം ആ സഹോദരങ്ങൾ തിരിച്ചറിയണമെന്നാണ്
ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം പാലയിൽ 2 ജാഥ നടന്നു. ആദ്യം മുസ്ലിങ്ങളുടെ വിഭാഗം കുടിഞ്ഞണിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് കാഹളം വിളക്കിക്കൊണ്ടു. സർവ്വതും തകർന്നു. ഇനി രക്ഷയില്ല. ഇതുപോലെ ഇതേ നാണയത്തെ മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കുന്നത് അതിലെ പുരോഹിത വർഗമാണ്. മുസ്ലിങ്ങളുടെ ശത്രുക്കൾ 2 കേരളത്തിലെയും ഇന്ത്യയിലെയും. ഒന്ന് BJP RSS പ്രവർത്തികൾ, 2 അതിലെ മതനേതാക്കളും പുരോഹിതന്മാരുമാണ്. അവർ പ്രത്യക്ഷത്തിൽ വരുമ്പോൾ ഇവർ പരോക്ഷമായി വരുന്ന കള്ളന്മാരുടെ കഞ്ഞി വെച്ചവരാണ്. അവർ കള്ളന്മാരാണെങ്കിൽ അവർക്ക് കഞ്ഞി വയ്ക്കുന്നവരാണ്. 2 ജാഥയും കൂടി ചേർന്ന് പാലായിൽ സമുദായ സൗഹാർദ്ദത്തെ അങ്ങേ അറ്റം തകർക്കാൻ. പിന്നെ ഈ ഒരു ജോർജ് ഉണ്ടല്ലോ, PC ജോർജ്, അയാൾ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സുനിശ്ചിതമായി തീരുമാനിക്കാം ആ പക്ഷം നെറികേടിൻ്റെ പക്ഷമാണ്. നെറികേടിൻ്റെ പക്ഷം. അയാൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു? അയാൾ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ സഹോദരങ്ങളുടെ വോട്ടു നേടാനും വീണ്ടും MLA ആയി മത്സരങ്ങൾ നടത്തി TV-യിൽ നിറഞ്ഞു നിന്ന് കടിച്ചു കൊടുത്ത് ജീവിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗം, നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വിഭാഗം. അതുകൊണ്ട് പക്ഷെ താമരശ്ശേരി രൂപത അതിൽ ഖേദം പ്രകടിപ്പിച്ചു. അത് സ്വാഗതം ചെയ്യണം. തെറ്റ് തിരിച്ചറിഞ്ഞതിൽ മറ്റൊരു പിതാവും ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് അത് തിരുത്തിയൊക്കെ പറഞ്ഞു. ഇവിടെ മനസ്സിലിരിപ്പാണ് പുറത്തു വരുന്നത്. ബാക്കിയുള്ളവർ ബഹളം ഉണ്ടാക്കുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ മാപ്പു തരൂ പ്രിയ സഖി. മിയാക്കുൾപ്പ് പാലാ ബിഷപ്പ് ഈ ജോസ് കല്ലറങ്ങാട് പറഞ്ഞത് ആൻറ്റി നർക്കോട്ടിക് സെൽ ഉണ്ടാക്കണമെന്നാണ്. ഞാനെന്താ ആവശ്യം? ആൻറ്റി നർക്കോട്ടിക് സെൽ ഉണ്ടാക്കി ഈ നർക്കോട്ടിക് വിൽക്കുന്നവന്മാരെ തുറുങ്കിലടച്ച് അതിന് ഇദ്ദേഹം കൂടി തെളിവ് നൽകി അതിന് വേണ്ട പുഷ്ടിപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞാണെങ്കിലും ശരിയെന്നു. ഇനി മറ്റൊരു ജിഹാദിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയാല. ലാൻഡ് ജിഹാദ്. അതായത് ഇപ്പം മധ്യപ്രദേശിലെയോ ഒക്കെ ഒരു MP, അദ്ദേഹം BJP MP ആണ് പറഞ്ഞത്, മുസ്ലിങ്ങൾ ബോധപൂർവം ലാൻഡ് വാങ്ങി ഹിന്ദുക്കളുടെ ലാൻഡ് കൈയടക്കും. പെർ ക്യാപിറ്റ ഇൻകം എടുത്ത് നോക്കൂ. മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആരും നോക്കാൻ. എതിർവിഭാഗത്തെ അങ്ങേയറ്റം താറടിച്ച് വില്ലന്മാരാക്കിക്കൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇനി എന്തൊക്കെ ജിഹാദ് കാണണം? ഇതിൽ വല്ലതും വാസ്തവമുണ്ടെങ്കിൽ നമുക്ക് പിന്തുണയ്ക്കാമായിരുന്നു. വാസ്തവം വേണ്ടേ? ഈ പറയുന്നവർ തെളിവ് നൽകുമോ? തെളിവ് ഹാജരാക്കുമോ? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കട്ടെ. അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഈ തിരുസഭകൾ അടിയന്തിരമായി ക്രിസ്ത്യാനികൾ മുൻകൈയെടുത്തുകൊണ്ട് പിരിച്ചുവിടുക. ഇവർ പണിയെടുക്കട്ടെ, ജീവിക്കട്ടെ. പണിയെടുക്കാത്തവർക്ക് നിങ്ങൾ പെൻഷൻ നൽകുക. പ്രായാധിക്യം കൊണ്ടാണെങ്കിൽ പെൻഷൻ നൽകുക. പണിയെടുക്കാൻ ആരോഗ്യമുള്ളവരെ സംരക്ഷിക്കേണ്ടത് കിണറ്റിൽ ചാടി കന്യാസ്ത്രീകൾ മരിക്കാതിരിക്കാൻ, ആത്മഹത്യ ചെയ്യാതിരിക്കാനും. ആത്മഹത്യയാണ് അങ്ങനെ ആത്മഹത്യ. ഇനി എല്ലാ കടയിലും പോയി ആരും നടത്തുന്നു എന്ന് നോക്കാതെ അവർ പലവ്യഞ്ജനം വാങ്ങട്ടെ, തുണി വാങ്ങിക്കട്ടെ, കന്നഡ വാങ്ങിക്കട്ടെ, തുന്നൽ കടയിൽ പോയി അവരുടെ തിരുവസ്ത്രം തുന്നിയെടുക്കട്ടെ. അതിനുവേണ്ടി ഈ തിരുസഭകളെ ക്രിസ്ത്യാനികൾ മുൻകൈയെടുത്തുകൊണ്ട് പിരിച്ചുവിടുന്ന ഒരു കാലം. വടക്കൊക്കെ പിരിഞ്ഞുകൊണ്ടുപോയിരിക്കുന്നു, പിരിച്ചുകൊണ്ടേയിരിക്കും, പിരിഞ്ഞു പോവുക. ആ നല്ല ദിനം കേരളത്തിലും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.